all my days I've been held in your hands. From the moment that I wake up till I lay my head, oh, I will sing of the goodness of God. All my life you have been faithful. All my life you have been so good. With every breath that I am able, I will sing of the goodness of God. ലേഖനത്തിൽ നിന്നുള്ളതായ 52ാമത്തെ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രാരംഭമായിട്ട് നമുക്ക് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ ഇന്ന് രാത്രി ഗാനശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്നത് കർത്താവിൽ നമ്മളൊക്കെ സ്നേഹിക്കുന്ന ബ്രദർ VP ജോസഫ് അച്ചായനാണ്. പ്രൈസ് ദി ലോർഡ്. സോ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസനെ ബ്രദർ VP ജോസഫ് അച്ചായനെ ഏറ്റവും സ്നേഹത്തോടു കൂടെ തുറന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവനാഥന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഈ ബൈബിൾ ക്ലാസ്സിലെ പ്രിയ പ്രകാശ് പാസ്റ്ററെ ബൈബിൾ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ എനിക്കും ചില ദിവസങ്ങളായിട്ട് പങ്കെടുക്കുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്രകാരം പാട്ടുകൾ പാടുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിവിധ ടൈം സോണിലൂടെ ഈ സൂം മീറ്റിങ്ങിൻ്റെ ഈ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് എൻ്റെ കർത്താവിനെ എനിക്ക് പാടി സ്തുതിക്കുവാൻ കർത്താവ് തന്ന സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇപ്രകാരം ഒരു അവസരം തന്ന ദേവദാസനോടുള്ള നന്ദിയെ പ്രാരംഭമായി അറിയിക്കുന്നു. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 40-41 വാക്യങ്ങളിൽ നമ്മുടെ യേശു പറഞ്ഞതായ യേശു പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. പരീക്ഷ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. കർത്താവ് ഉപവസിച്ച് 40 ദിവസം ഉപവസിച്ചതിന് ശേഷം സാത്താൻ കർത്താവിൻ്റെ മുമ്പിൽ വന്നതൊക്കെ നമുക്കറിയാം. നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലം മുഴുവൻ അറിയാവുന്നതാണ്. എന്നാൽ കർത്താവ് ഇവിടെ പത്രോസിനോട് പറയുകയാണ്, പരീക്ഷ എല്ലാവർക്കും ഉണ്ട്, പ്രതികൂലങ്ങളും പ്രയാസങ്ങളും. എന്നാൽ അവിടെ പറയുന്നത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനാണ് പറഞ്ഞേക്കണേ. പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള ഒരു പാട്ടാണ്, ഒരു ഗീതമാണ് ഞാനിവിടെ പാടുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏത് പരീക്ഷാ ഘട്ടങ്ങൾ വന്നാലും നമ്മളെ ഒറ്റയ്ക്ക് വിടുന്നവനല്ല നമ്മുടെ കർത്താവ്. അതെ, കൈപ്പേറുന്ന നമ്മുടെ ജീവിതയാത്രയിലൊക്കെയും ഈ അരുമനാഥൻ നമ്മോട് കൂടെ ഉണ്ട്. നമ്മുടെ അവസ്ഥകളൊക്കെ കണ്ടിട്ട് നമ്മളെ മാറി കടന്നു പോകുന്നവനല്ല. നാം എത്ര പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോയാലും നമ്മെ അറിയുന്ന നല്ലൊരു കർത്താവ്, ആ കർത്താവിനെ അറിയുവാൻ നമുക്കെല്ലാവർക്കും കർത്താവ് ഭാഗ്യം തന്നുവല്ലോ. എനിക്കും അപ്രകാരം ഈ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിൻ്റെ നാമത്തെ അനേകരോട് പറയുവാനൊക്കെ കർത്താവ് ഈ ദിവസങ്ങളിൽ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ അതിനോടുള്ളനുബന്ധിച്ച് ഒരു പാട്ട് ഇവിടെ പറയുകയാണ്. സ്തോത്രം. ആശ്വാസമായി നമ്മുടെ ജീവിതത്തിൽ മാറേണ്ട പലരും പ്രതികൂലമായി മാറുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് ഈ ക്രിസ്ത്യ ജീവിതത്തിൽ. എന്നാൽ അവിടെ സർവ ആശ്വാസത്തിൻ്റെ ഉറവിടമാകുന്ന യേശു നമ്മുടെ കൂടെ ഉണ്ട്. നമ്മെ ആശ്വസിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ഒരു ഗാനമാണ് ഇന്ന് പാടുവാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിസന്ധികൾ വരുമ്പോൾ, രോഗത്താൽ വലഞ്ഞിടുമ്പോൾ ആ രോഗിക്ക് നല്ല വൈദ്യൻ, ഇവിടെ ശ്രേഷ്ഠ വൈദ്യന്മാരൊക്കെ ഉണ്ട് മാനുഷികമായ ലെവലിൽ. എന്നാൽ അതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു വൈദ്യൻ, ആ നല്ല ഗുരു, നമ്മെ സൗഖ്യമാക്കുന്ന നല്ലൊരു കർത്താവ് നമ്മെ നടത്തുന്നത് ഓർത്ത് സ്തോത്രം. പാടാം. പരിശോധനയിൽ നാം തളരരുതേ,
പരീക്ഷയിൽ നാം വാടരുത്, പരിശോധനയിൽ നാം തളരരുത്. പരീക്ഷയിൽ നാം വാടരുത്, ഒറ്റയ്ക്ക് നാഥൻ വിടുകയില്ല. കൈപ്പേറുന്ന ഈ യാത്രയതിൽ ഒറ്റയ്ക്ക് നാഥൻ വിടുകയില്ല. കൈപ്പേറുന്ന ഈ യാത്രയതിൽ കൃപയാൽ നിറച്ചിടുമേ, കൃപയാൽ നിറച്ചിടുമേ, കൃപയാൽ നിറച്ചിടുമേ, കൃപയാൽ നിറച്ചിടുമേ. ബലഹീനമാകുന്ന നേരങ്ങളിൽ കൃപയാൽ നിറച്ചിടുമേ, ബലഹീനമാകുന്ന നേരങ്ങളിൽ കൃപയാൽ നിറച്ചിടുമേ. ആശ്വാസമായി മാറേണ്ടവർ പ്രതികൂലമായി മാറിടുമ്പോൾ, ആശ്വാസമായി മാറേണ്ടവർ പ്രതികൂലമായി മാറിടുമ്പോൾ, സർവാശ്വാസത്തിനുറവിടമാം യേശു നമ്മുടെ കൂടെയുണ്ട്. സർവാശ്വാസത്തിൻ ഉറവിടമാം യേശു നമ്മുടെ കൂടെയുണ്ട്. കൃപയാൽ നിറച്ചിടുമേ, കൃപയാൽ നിറച്ചിടുമേ, കൃപയാൽ നിറച്ചിടുമേ, കൃപയാൽ നിറച്ചിടുമേ. ബലഹീനമാകുന്ന നേരങ്ങളിൽ കൃപയാൽ നിറച്ചിടുമേ, ബലഹീനമാകുന്ന നേരങ്ങളിൽ കൃപയാൽ നിറച്ചിടുമേ. Praise the Lord. Thank you. പ്രിയ അച്ചായനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഗാനങ്ങൾ ഈ രാത്രി പാടുവാനിടയായി. ആദ്യത്തെ പാട്ട് ഇപ്രകാരമാണ് പാടിയത്: ബലഹീനമാകുന്ന നേരങ്ങളിൽ കൃപയാൽ നിറച്ചിടുന്ന ദൈവത്തിന്റെ കൃപ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവിനെ കുറിച്ചും ഒരു പാട്ട് ഇന്ന് രാത്രി നമുക്ക് കേൾക്കുവാനിടയായി തീർന്നല്ലോ. തുടർന്നുള്ളതായ ആ നിമിഷങ്ങളിൽ നാം ദൈവവചനം ചിന്തിക്കുകയാണല്ലോ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ക്രൈസ്റ്റ് ആൻഡ് വെൽക്കം ടു ദി 52nd episode of our Bible study from the book of Ephesians. ഈ എഫേസ്യ ലേഖനത്തിൽ നിന്നുള്ളതായ 52ാമത്തെ നമ്മുടെ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുകയാണ്. കർത്തൃദാസന്മാരെ പ്രത്യേകിച്ച് വന്ദനം ചൊല്ലുന്നു. We have people joined from all different places. From Bangladesh, Pastor John Viswas is there, and many people from North India also. So therefore, as usual, I will continue with English as well as in Malayalam. മലയാളത്തിലും ഇംഗ്ലീഷിലും ഇന്ന് രാത്രിയിൽ നമ്മുടെ പഠനം കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. We are studying about the new man in Christ, or a new man or a new creation in church. As part of the studies in chapter number 4 of our Bible study from Ephesians. എഫേസ്യ ലേഖനത്തിൽ ഉള്ളതായ നമ്മുടെ ഈ പഠനത്തിൽ 4ാം അധ്യായത്തിൽ ക്രിസ്തുവിൽ ഒരു പുതുമനുഷ്യൻ, സഭയിൽ പുതുമനുഷ്യൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മെയിൻ തീമായിരിക്കുന്നതായ ക്രിസ്തീയ ഐക്യത, ക്രിസ്തീയ പക്വത, അല്ലെങ്കിൽ ആത്മീക ഐക്യത, ആത്മീക പക്വത എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. As part of our studies, we have been meditating on two things. One is the spiritual unity and spiritual maturity. And we also studied that it is the minimum standard of a believer in the church or in this life. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന സ്റ്റാൻഡേർഡ്, ഏറ്റവും കുറഞ്ഞ മൂല്യം, ഏറ്റവും മിനിമം മൂല്യം നമുക്കുണ്ടായിരിക്കേണ്ടതാണ് ഐക്യതയും പക്വതയും എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു.
ഐക്യതയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. Try hard to stay together in unity. We studied about that. And verse number 3 of this chapter says, make every effort to keep the unity of the Spirit through the bond. എന്ന് നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു. ആൻഡ് about the maturity we also learned about verse number 2. Be completely humble and gentle. Be patient, bearing with one another in love. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം, പക്വതയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് ഇടയായി. ഇന്ന് രാത്രി നമ്മൾ പഠിക്കുന്നത് ആത്മീക ഐക്യതയും ആത്മീക പക്വതയും സംഭവിക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ള വിഷയമാണ്. Tonight we are going to look into the subject why people are not able to maintain spiritual unity or spiritual maturity. എന്തുകൊണ്ട് നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്, കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്നവരാണ്. പക്ഷെങ്കിൽ എന്തുകൊണ്ട് നമ്മിൽ പലർക്കും ആത്മീക ഐക്യത കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല, ആത്മീക പക്വതയിലേക്ക് നടക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അല്പമായിട്ട് പഠിക്കുവാനിടയായി. ലാസ്റ്റ് വീക്ക് ഓൾസോ വി സ്റ്റഡീഡ് ലിറ്റിൽ ബിറ്റ് about why we are not able to maintain unity or maturity in the church. We studied about the Gnosticism being people giving more yield or value to knowledge. That means people are listening to the word or reading the word with a literal meaning and only know for the purpose of knowledge, which means the word of God is not going into the spirit of the person but only into the intellectual area of the brain of the people. ദൈവത്തിൻ്റെ വചനം ആത്മീകമായി ഗ്രഹിക്കേണ്ടതിന് പകരം ബൗദ്ധിക മണ്ഡലങ്ങളിൽ ഗ്രഹിക്കുന്ന ബുദ്ധിപരമായ അറിവുകളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരനുഭവം പിശാച് ജീവിതത്തിൽ കൊണ്ടുവരുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ആത്മീക പക്വതയിലേക്കും ആത്മീകമായിരിക്കുന്ന ഐക്യതയിലേക്കും കടന്നു വരുവാനായിട്ട് കഴിയാതിരിക്കുന്നത്. From the first century church onwards, Satan used philosophy, especially a mixture of various philosophies called Gnosticism, and he used this weapon to damage the spiritual unity and the spiritual maturity of the church. ദൈവസഭയുടെ ആത്മീക പക്വതയും ആത്മീക ഐക്യതയും തകർത്തു കളയുവാൻ പിശാച് ആദിമ നൂറ്റാണ്ട് മുതലേ ജ്ഞാനവാദം എന്ന് പറയുന്നതായ ഒരു കാര്യത്തെ ദൈവസഭയിലേക്ക് കൊണ്ടുവരുവാനായിട്ടിടയായി തീർന്നു. ഈ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിക്കുവാനായിടയായി. For those who have not attended last week, let me tell you very shortly about Gnosticism, how we should be able to understand this. And we talked about the book of Genesis last week. In the book of Genesis, God instructed Adam and Eve not to eat a fruit from the tree of knowledge. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദമിനോടും ഹവയോടും പറയുവാനായിട്ട് ഇടയായി. അക്കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണ്. എന്നാൽ പിശാച് അവരെ നേരെ കൊണ്ടുവന്ന് ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിർത്തി
അതേ വൃക്ഷത്തിന്റെ ചുവട്ടിൽ, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിർത്തി അതേ ഫലം തന്നെ അവരെ കൊണ്ട് പറിച്ച് തീറ്റിക്കുവാനായിട്ട് ഇടയായി. അപ്പോഴാണ് അവർ ആത്മീകമായിട്ട് മരിച്ചത് എന്ന് നമ്മൾ കാണുന്നത്. അറിവിന്റെ തലത്തിലേക്ക് നീങ്ങിയപ്പോൾ, അറിവിന്റെ വൃക്ഷം ഭക്ഷിച്ചപ്പോൾ അവർ ആത്മീകമായി മരിച്ച് ആത്മീക അന്ധതയുള്ളവരായി തീരുവാനിടയായി. ഇന്ന് രാത്രി ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അറിവിന്റെ വൃക്ഷമെന്ന് പറയുന്നത്. അതുമേ ആത്മീകമായി മരിക്കുന്ന അനുഭവത്തിലേക്ക്, ആത്മീക അന്ധതയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് അറിവ് ചീർക്കുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ അതിനെ വിശദീകരിക്കാതെ ഞാൻ ആ ഭാഗം ഇവിടെ വിടുവാനായിട്ടാണ് ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നത്. അടുത്തത് നമ്മൾ കാണുന്നത്, ഇന്ന് രാത്രി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്, tonight we are going to meditate from verse number 7 onwards. In fact, from verse number 7 to 12. Here also we will go through the subject of unity and maturity. Verse number 12 to verse 7 to 12 is talking about a grace that has been given to us according to the measure of the gift of Christ. ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണം നമുക്കെല്ലാവർക്കും ഓരോരുത്തരും കൃപ ലഭിച്ചിരിക്കുന്നു എന്നാണ് 7-ാം വാക്യം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. 8-9 വാക്യങ്ങൾ ഒരു കൊട്ടേഷനാണ്. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ച് കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? അതൊരു കൊട്ടേഷൻ എടുത്ത് അവിടെ പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് 12-ാമത്തെ വാക്യം നോക്കുമ്പോൾ, when we look at the verse number 12, we can see the unity and maturity again there. 12-ാം വാക്യം നോക്കുമ്പോൾ ഐക്യതയും പക്വതയും പിന്നെ അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതെങ്ങനെയാണ് കാണുന്നത്? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും, അവിടെ ഐക്യത എന്നുള്ള ഭാഗം കാണുന്നു. തികഞ്ഞ പുരുഷത്വവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂരിറ്റിയാണ്. ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുമ്പോൾ, here also we see the two words unity and maturity. And chapter 4:7 says, each one of us was given grace according to the measure of the gift of Christ. Paul here says each one of us, not each one of you. That means Paul is including himself also as equal to everyone. He is also comparing himself as just one of other people in the church. ദൈവസഭയിലെ മറ്റുള്ള എല്ലാവരെയും പോലെ തന്നെ തന്നെയും അവരിൽ ഒരുവനെ പോലെ, അവരെക്കാൾ വലിയവനായിട്ടല്ല, അവരിൽ ഒരുവനെ പോലെ കണ്ടുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നമുക്കെല്ലാവർക്കും എന്ത് ലഭിച്ചിരിക്കുന്നു? ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. Grace has been given to each of us according to the measure of the gift of Christ. If you look at the physical body, in our physical body, we have all different parts that we can see, the external parts of our body. We have the ears, we have the eyes and nose and mouth and hands and fingers and shoulders and arms. Everything we can see in our body, and each one of these have all different function. For example, our ears here, the ear is different from the shoulder. And
The word measure of gift of Christ refers to the size of the body's part. That means the ear does not need that much strength and that much blood circulation as it needs by the shoulder. നമ്മുടെ തോളിന്, ഷോൾഡറിന് വേണ്ടി അത്രയും രക്തപ്രവാഹവും അത്രയും ശക്തിയും ഈ ചെവിക്ക് ആവശ്യമില്ല. ചെവി ചെറിയൊരു പാർട്ടാണ്. അപ്പൊ അക്കോർഡിംഗ് ടു ദ മെഷർ, ഓരോരുത്തർക്കും, ഓരോ ദൈവമക്കൾക്കും, ഓരോ ബിലീവർ, ഓരോ വിശ്വാസിക്കും, ഓരോ വ്യക്തികൾക്കും അവരവരുടെ അളവിനനുസരിച്ച് ദൈവം കൃപ കൊടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സഞ്ചരിച്ച് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അവർക്ക് കൊടുക്കുന്ന കൃപയല്ല എല്ലാ ഞായറാഴ്ചയും വന്ന് സാക്ഷ്യം മാത്രം പറഞ്ഞിട്ട് പോകുന്ന വിശ്വാസിക്കുള്ളൂ. പല വിധത്തിലുള്ള അളവിലാണ് കൃപ നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Although there is more blood in the shoulder than in the ear, the quality of the blood is the same. ചെവിയിലേക്കും തോളിലേക്കും ഒക്കെയുള്ള, തോളിലേക്കും ഉള്ളതായ ബ്ലഡ് സർക്കുലേഷൻ ഡിഫറെന്റ് ആണെങ്കിലും ബ്ലഡിന്റെ ക്വാളിറ്റി ഒന്ന് തന്നെയാണ്, ബ്ലഡ് ഒന്ന് തന്നെയാണ്. എന്നവർ പറഞ്ഞതുപോലെ അളവുകൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും ദൈവത്തിന്റെ കൃപയ്ക്ക് വ്യത്യാസമില്ല. എല്ലാവരിലും പകരപ്പെടുന്ന കൃപ ഒന്ന് തന്നെയാണ്, അളവുകൾ വ്യത്യസ്തമാണ് എന്നുള്ളത് മാത്രം. കാരണം ഓരോരുത്തരും കടന്നു പോകുന്ന വിഷയങ്ങൾ, ഓരോരുത്തരും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വിധങ്ങൾ പലതരത്തിലാണ്. ഇപ്പൊ എൻ്റെ മുന്നേ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ സുവിശേഷത്തിനു വേണ്ടി ജയിലിൽ ഉള്ളവരുണ്ടെങ്കിൽ, സുവിശേഷത്തിനു വേണ്ടി അടി കൊണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപയല്ല എനിക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ധാരാളം കൃപ ലഭിച്ചിട്ടുണ്ട്. അടി കൊള്ളാനുള്ള കൃപ, അവിടെ സ്തോത്രം പറയാനുള്ള കൃപ, ജയിലിൽ കിടക്കാനുള്ള കൃപ എനിക്കത് ലഭിച്ചിട്ടില്ല. അപ്പോ ഓരോരുത്തരുടെയും അളവിനനുസരിച്ചിട്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? കൃപ നൽകുന്നത്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ആ കാര്യമല്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. So we, each member of the church are given or is given the measure of grace according to the measure that God is giving us. Amen. So praise the Lord that all the saints are given the grace. എല്ലാവർക്കും എന്ത് ലഭിച്ചിട്ടുണ്ട്? കൃപ ലഭിച്ചിട്ടുണ്ട്. കൃപയുടെ കാര്യത്തിൽ ആരെയും ദൈവം ഒഴിവാക്കി നിർത്തിയിട്ടില്ല. Praise God. Every one of you have the grace of God. Amen. God has not exempted anyone. So here what we are saying is, we are given this grace according to the measure of Christ's gift. Why? Because God wants us to maintain the unity and the maturity in our life. എന്തിനാണ് എല്ലാവർക്കും ദൈവം കൃപ കൊടുത്തത്? ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും നാം പ്രാപിക്കണം. അതിനായിട്ടാണ് കൃപ നമുക്കെല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അടുത്ത കാര്യം, ഈ കൃപ നമ്മൾ മനസ്സിലാക്കാൻ പോകുമ്പോഴാണ് ഐക്യതയും പക്വതയും നഷ്ടമാണ്. Praise God. When we do not realize the grace of God, we will miss the unity and maturity in life, in our life.
പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് യൂണിറ്റി മെച്യൂരിറ്റി ഇല്ലാത്തതെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ കാരണം വചനത്തെ ആത്മാവിൽ ഗ്രഹിക്കാതെ ബുദ്ധിയിൽ ഗ്രഹിക്കുന്നതാണ്. രണ്ടാമത്തെ കാരണമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ദ ഗ്രേസ്, കൃപ. അത് നമ്മൾ ഗ്രഹിക്കാതിരിക്കുമ്പോൾ, കൃപ നമ്മിലേക്ക് പകർന്നിരിക്കുന്നത് എന്തിനാണ്? പൂർണ്ണ ഐക്യതയും തികഞ്ഞ പുരുഷത്വവും കാണിക്കേണ്ടത്. 12-ാം വാക്യം അവിടെ അങ്ങനെ എഴുതിയിരിക്കും. അപ്പൊ അത് പ്രാപിക്കാനാണെന്നുള്ള അറിവില്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഐക്യതയും പക്വതയും ഇല്ലാത്തവരായി തീരും. 2 things I told you so far why Christians are not able to maintain unity and maturity. One is we follow Gnosticism and we follow the knowledge and not understanding the Bible in a spiritual meaning. Second is about the grace of God that God has given according to the measure of the gift of Christ, which we do not realize. And therefore, we are not able to maintain unity and maturity. And the third thing why we are not able to maintain unity and maturity is about the system, the hierarchy system in our churches. Hallelujah. ഉച്ചനീചത്വങ്ങൾ നമ്മുടെ സഭകളിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഉച്ചനീചത്വങ്ങൾ, പദവികൾ ഒക്കെ, മനുഷ്യ വ്യക്തി പൂജകൾ ഒക്കെ നമ്മുടെ സഭകളിൽ കാണാറുണ്ട്. ഇതൊക്കെ പലപ്പോഴും നമുക്ക് ഐക്യതയെ നഷ്ടപ്പെടുത്തുന്ന, പക്വതയെ നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങളിലേക്ക് നമ്മെ നയിക്കാറുണ്ട്. The third thing is about the concept of hierarchy system in the church. I want to be very frank and honest that the hierarchy systems implemented in the churches has degraded the conditions of Christianity today. ദൈവം യേശുക്രിസ്തു നമുക്ക് വേണ്ടി എല്ലാവർക്കും ഒരുപോലെ രക്തം ചിന്തിയതാണ്. വലിയ പാസ്റ്ററിന് വേണ്ടി അല്പം കൂടുതൽ രക്തമൊന്നും ചിന്തിട്ടില്ല. സെൻട്രൽ പാസ്റ്ററിന് വേണ്ടി ഒരു കുപ്പി കൂടുതൽ രക്തമൊന്നും ചിന്തിട്ടില്ല. യേശുവിൻ്റെ രക്തം എല്ലാവർക്കും തുല്യമായി ലഭിച്ചിരിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ആ രക്തത്തിൻ്റെ വിലകളായി ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ പ്രസന്റ് ചെയ്തിരിക്കുമ്പോൾ നാം എല്ലാവരും യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ മുമ്പിൽ തുല്യരാണ്. എത്ര വലിയ ആളാണെങ്കിലും, എത്ര സമ്പന്നനാണെങ്കിലും, എത്ര വലിയ പദവിയുള്ളവരാണെങ്കിലും അവരെല്ലാവരും ക്രിസ്തുവേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണെങ്കിൽ അവരെല്ലാവരും യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയുടെ മുമ്പിൽ തുല്യരാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു കളയരുത്. We are all equal in front of the blood of Jesus Christ because the cost, the price that Jesus has paid to redeem us from our sins is the same, no matter this is a very this is a bishop or a deacon or an ordinary member. Everyone is the same before the blood of the Lamb. ദൈവകുഞ്ഞാടിന്റെ രക്തത്തിന് മുമ്പിൽ നാം എല്ലാവരും ഒന്നാണ്. പക്ഷെങ്കിൽ പിശാച് ഈ സഭയ്ക്കകത്ത് ഉച്ചനീചത്വങ്ങളെ കൊണ്ടുവന്നു. മനുഷ്യനെ ഭയപ്പെടുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നു. മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഭയപ്പെടുത്തുന്ന തലത്തിലേക്ക് കൊണ്ടുവന്നു. ഹൈറാർക്കി സിസ്റ്റം കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഹൈറാർക്കി സിസ്റ്റം എന്ന് പറയുന്നത് ലോകത്തിന്റെ സിസ്റ്റമാണ്. ലോകത്തിന്റെ സിസ്റ്റമാണ്. The hierarchy system in the Christian churches has degraded and influenced because it is a natural concept. It's a concept from the world. Praise the Lord. According to the natural concept
in any group or society, there should be ranks among the people, with some of them higher rank and others of a lower rank. ചിലര് വലിയ പദവിയിൽ, ചിലര് ഇടയ്ക്കത്തെ പദവിയിൽ, ചിലര് ഒരു പദവിയും ഇല്ലാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ദൈവസഭയ്ക്കകത്ത് ലോകപ്രകാരം കടന്നു വന്നതാണ്. ഒരു സഭാപിതാവായിരുന്ന ഇഗ്നീഷ്യസ്, അന്ത്യോക്യയിലെ ഇഗ്നീഷ്യസ് എന്ന് പറയുന്നതായ സഭാപിതാവാണ് പ്രാരംഭത്തിൽ തന്നെ ഈ ഹയറാർക്കി സിസ്റ്റം ദൈവസഭയിൽ കൊണ്ടുവന്നത്. AD 50-നും AD 117-നും ഇടയിൽ ജീവിച്ചിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിരുന്നു ഈ ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം അന്നത്തെ സഭയിൽ ഡീക്കന്മാരെ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു സഭയിൽ തന്നെ അനേക ഡീക്കന്മാരുണ്ട്, മൂപ്പന്മാരുണ്ട്. ആ മൂപ്പന്മാർക്ക് ചില പദവികളൊക്കെ കൊടുത്തു. എന്നിട്ട് ഡീക്കന്മാരുടെ പൊസിഷനേക്കാൾ വലിയ പൊസിഷനാണ് ബിഷപ്പുമാർക്കുള്ളത് എന്ന് അദ്ദേഹം പറയുവാനായിട്ടിടയായി. ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്, one of the great church fathers, he was a very good teacher and he was a very pious man, but he made a mistake of making hierarchy system in the first century church. He said bishops are higher than elders, because he said that the authority of the elders is only local, but the bishop's authority is concerning the regional area. ഡീക്കൺസ് അല്ലെങ്കിൽ എൽഡേഴ്സ് എന്ന് പറയുന്നവർക്ക് ലോക്കൽ ചർച്ചിൽ മാത്രം അവകാശങ്ങളുള്ളപ്പോൾ, പദവികളുള്ളപ്പോൾ, ബിഷപ്പുമാർക്ക് ചില ഏറിയ മുഴുവനുമായിട്ടുള്ള അധികാരങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം പറയുവാനായിട്ടിടയായി. അങ്ങനെയാണ് ഈ പദവികൾ, ദൈവസഭയ്ക്ക് ഉച്ചനീചത്വങ്ങളുള്ളതായ പദവികൾ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. So as the hierarchy system developed, there were not only bishops but also archbishop, cardinals, and on top of everybody there was also pope. Praise the Lord. ഈ ബിഷപ്പുമാർ മാത്രമല്ല, ബിഷപ്പുമാരുടെ മുകളിൽ ആർച്ച് ബിഷപ്പുമാർ, അതിനു മുകളിൽ കാർഡിനാൾമാർ, അതിനു മുകളിൽ പോപ്പ്, എങ്ങനെയുള്ളതായ അനേക പദവികൾ പിന്നീട് പിൽക്കാലങ്ങളിൽ ദൈവസഭയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. നമുക്കറിയാം, 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം 16-ാം നൂറ്റാണ്ടിനോടുകൂടെ ഒരു വലിയ റിഫോർമേഷൻ കടന്നു വന്നു. There was a reformation, ഒരു നവീകരണം. There was a reformation in the end of the 15th century and the beginning of the 16th century. Still the hierarchy system was there in the church. അങ്ങനെ കടന്നു വന്നിട്ട് പോലും ഈ ഹൈറാർക്കി സിസ്റ്റം സഭകളിൽ നിന്ന് മാറുവാനായിട്ട് ഇന്നുവരെയും ഇടയായി തീർന്നിട്ടില്ല. It continued in various forms even in the Protestant denominations and still exists today. പ്രൊട്ടസ്റ്റന്റുകാരുടെ സഭകളിൽ, നമ്മുടെ സഭകളിൽ പോലും പലപ്പോഴും ഇങ്ങനെയുള്ള വലിയ വലിയ പദവികളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം പുതിയ നിയമസഭയുടെ പ്രാരംഭത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പദവികളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നില്ല. ശുശ്രൂഷകളിൽ വ്യത്യാസമുള്ളതായിട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, എന്നാൽ പദവികൾ എന്നൊരു സമ്പ്രദായം സഭകളിൽ ഇല്ലായിരുന്നു. പൗലോസ് പറയുന്നത്, we have been given grace according to the measure of the gift of Christ. നമുക്ക് കൃപകളാണ് തന്നത്, പദവികളല്ല തന്നത്.
We have been given the grace, not positions. പദവികളല്ല ദൈവം നമുക്ക് തന്നത്. ക്രിസ്തുവേശുവിലൂടെ നമുക്ക് ലഭിച്ചത് കൃപകളാണ്. ഓരോരുത്തർക്കും ലഭ്യമായ അളവിനനുസരിച്ച് ക്രിസ്തു തന്ന കൃപയാണ് നമുക്ക് ആവശ്യം, പദവികളെക്കാൾ ഉപരിയായി. പ്രൈസ് ദി ലോർഡ്. ഇത് രാത്രിയിൽ ദൈവത്തിന്റെ പൈതലെ നമുക്ക് ഏതാണ് വേണ്ടത്? പദവിയാണോ വേണ്ടത്? കൃപയാണോ വേണ്ടതെന്ന് നാം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും അവസാനിക്കുവാനായിട്ട് ഇടയായിത്തീരും. In verse number 18, we read, when he ascended on high, he took many captives and gave gifts to his people. 18ാം വാക്യം പറയുന്നു, അവൻ ഉയരത്തിലേക്ക് കയറി. എന്ത് ചെയ്തു? അവൻ ബദ്ധന്മാരെ പിടിച്ചു, മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. He gave gifts to his people. What is a gift? Jesus Christ has given to us. If you look at verse number 11, we see Christ himself gave apostles, prophets, evangelists, pastors, and teachers to the church. 11ാമത്തെ വാക്യത്തിൽ എന്ത് ദാനങ്ങളാണ് ദൈവം കൊടുത്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്ത് ദാനമാണ് കൊടുത്തത്? പൊസിഷനല്ല, പദവിയല്ല കൊടുത്തത്. അപ്പോസ്തലന്മാരെന്ന് പറയുന്ന ശുശ്രൂഷ, പ്രവാചകന്മാരുടെ ശുശ്രൂഷ, സുവിശേഷകന്മാരുടെ ശുശ്രൂഷ, ഇടയന്മാരുടെ ഉപദേഷ്ടാക്കന്മാരുടെ ശുശ്രൂഷ, ഇങ്ങനെയുള്ള ദാനങ്ങളെയാണ് ദൈവം ദൈവസഭയ്ക്ക് കൊടുത്തത്, അല്ലാതെ പൊസിഷൻസ് അല്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആന്റിയോക്കിലുള്ളതായിരുന്നതായ ഇഗ്നേഷ്യസ് എന്ന് പറയുന്നതായ ദൈവദാസനാണ് പൊസിഷനുകൾ ദൈവസഭയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീർന്നു. സോ ഈ പൊസിഷനുകളാണ് പലപ്പോഴും നമ്മെ ഐക്യതയിൽ നിന്നും പക്വതയിൽ നിന്നും അകറ്റുന്നു. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. Whereas in God's word there are only 5-fold ministries, not 5-fold positions. The 5-fold ministries include apostles, the ministry of apostles, ministry of prophets, ministry of evangelists, ministry of shepherds or pastors, and ministry of teachers. These are the 5-fold ministries God has given to the church. And that is exactly what it is written, the gifts that he has given when he ascended on high. Christ appointed these 5-fold ministries and he gave these gifts to his people. Praise God. നാലാമത്തെ കാര്യം, it's about the fourth thing is about the apostolic age. Apostolic age. What is apostolic age? അപ്പോസ്തലിക കാലഘട്ടം. അപ്പോസ്തലിക കാലഘട്ടം ഈ അപ്പോസ്തലിക കാലഘട്ടം തീർന്നുപോയി എന്ന് പലരും എന്ത് ചെയ്യുന്നുണ്ട്? ചിന്തിക്കുന്നുണ്ട്. According to the traditional view of the church history, people are of the opinion that the first century is regarded as the apostolic age. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്ന ആ കാലഘട്ടം മാത്രമാണ് അപ്പോസ്തലിക കാലഘട്ടമെന്ന് ചിന്തിക്കുന്നവര് നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെങ്കിൽ പുതിയ നിയമത്തിന്റെ സഭ എന്നുവരെ ഉണ്ടോ
അന്ന് വരെയും അപ്പോസ്തലിക കാലഘട്ടമാണ്. ഇവിടെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ദൈവം അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടകന്മാരായും നിയമിച്ചിരിക്കുന്നു. എത്ര നാളത്തേനാ? 50 വർഷത്തേനാണോ നിയമിച്ചത്? 100 വർഷത്തേന് മാത്രമാണോ നിയമിച്ചത്? അവൻ നിയമിച്ചത് ഒരു കാലഘട്ടത്തിനേക്കുമല്ല. ദൈവസഭ ഈ ലോകത്തിൽ എന്നുവരെയുണ്ടോ അന്നുവരെയും ഈ ശുശ്രൂഷകളുണ്ട്. പ്രവചന ശുശ്രൂഷകൾ ഉണ്ടെങ്കിൽ, സുവിശേഷകന്മാരുടെ ശുശ്രൂഷകൾ ഉണ്ടെങ്കിൽ, ഉപദേഷ്ടകന്മാരുടെ ശുശ്രൂഷകളും പാസ്റ്റർമാരുടെ ശുശ്രൂഷകളും ഇന്നും ഉണ്ടെങ്കിൽ, അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളും ഇന്നും ഉണ്ട്. നമ്മൾ പറയുന്നു അപ്പോസ്തലിക ശുശ്രൂഷ കഴിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതും കൂടെ പറയണം, പാസ്റ്റർമാരുടെ ശുശ്രൂഷയും കഴിഞ്ഞുപോയി, ടീച്ചർമാരുടെ ശുശ്രൂഷയും കഴിഞ്ഞുപോയി, പ്രവാചകന്മാരുടെ ശുശ്രൂഷയും കഴിഞ്ഞുപോയി, സുവിശേഷന്മാരുടെ ശുശ്രൂഷയും കഴിഞ്ഞുപോയി എന്ന് പറയണം. അതെന്താണ് ഒന്ന് മാത്രം കഴിഞ്ഞുപോയെന്ന് പറയുന്നത്? അപ്പോസ്തലിക ശുശ്രൂഷ മാത്രം കഴിഞ്ഞുപോയെന്ന് എങ്ങനെ പറയാൻ കഴിയും? ദൈവം നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ദൈവം അതിനെ ക്യാൻസൽ ചെയ്തിട്ടില്ല. ദൈവം നിയമിച്ചിരിക്കുന്നത്, ദൈവസഭ ഈ ലോകത്തിലുള്ളിടത്തോളം കാലം ദൈവത്തിന്റെ നിയമനങ്ങൾ ദൈവസഭയ്ക്കുണ്ട്. അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും സുവിശേഷന്മാരുടെയും ഇടയന്മാരുടെയും ഉപദേഷ്ടകന്മാരുടെയും ശുശ്രൂഷകൾ ദൈവസഭ ഈ ലോകത്തിൽ ഉള്ളിടത്തോളം കാലം ദൈവസഭയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം അത് നിയമിച്ചിരിക്കുകയാണ്. So when people are teaching that there was an apostolic age, that was only when the original apostles were there. That's the erroneous teaching. That is a wrong teaching, because God has appointed these fivefold ministries in the church not for a short period of 50 years or 60 years or 100 years. As long as the church is in this earth, the church has been appointed, and church has been gifted with the appointment of these fivefold ministries by Jesus Christ. Praise the Lord. അതുകൊണ്ട് ഈ അപ്പോസ്തലിക ശുശ്രൂഷകളും പ്രവാചക ശുശ്രൂഷകളും സുവിശേഷന്റെ ശുശ്രൂഷകള്, ഇടയ ശുശ്രൂഷകള്, ഉപദേഷ്ടകന്മാരുടെ ശുശ്രൂഷകൾ എല്ലാം ഇന്നും ലോകത്തിൽ യഥേഷ്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു കളയുന്നു. Praise the Lord. If we are enlightened by the revelation of the New Testament, we shall see that the whole New Testament age is the apostolic age as well. If the current church is not in the apostolic age, then how is it possible to do verse number 12 and 13? 12-13 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഈ 5 വിധത്തിലുള്ള ശുശ്രൂഷകൾ ദൈവം സഭയിൽ നൽകിയത് എന്ന്. അവിടെ വായിക്കുന്നത്, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനുള്ളതായ ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. ഈ ഇടപാട് ഏത്? പരിജ്ഞാനത്തിന്റെ ഐക്യതയും പുരുഷത്വവും പ്രായത്തിന്റെ അളവ് പ്രാപിക്കുക, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം, ശുശ്രൂഷയുടെ വേല, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധന. ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞോ? ഇല്ലല്ലോ. ഇത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട്? അപ്പോസ്തലന്റെ ആവശ്യമുണ്ട്, പ്രവാചകന്റെ ആവശ്യമുണ്ട്, സുവിശേഷകന്റെ ആവശ്യമുണ്ട്, ഇടയന്റെയും ഉപദേഷ്ടാവിന്റെയും ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്നുവരെ ഈ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധന സംഭവിക്കണമോ
എന്നുവരെ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യത പ്രാപിക്കണമോ? എന്നുവരെ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കണമോ? എന്നുവരെ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം ഉണ്ടാകണം, ശുശ്രൂഷയുടെ വേല നടക്കണം? അന്നുവരെയും ഈ ശുശ്രൂഷകന്മാരും ഈ ശുശ്രൂഷകളും ദൈവസഭയ്ക്ക് ആവശ്യമാണ്. Glory to God. Hallelujah. So these gifted people are still required, and these gifts and ministries are still required in the church because we are still in apostolic age. Because we know that people need to be equipped for the work of the service. Because we need to see the body of Christ is built up. Because we need to reach the unity in the faith and in the knowledge of the Son of God. And because we need to become mature and maintain unity, attaining the whole measure of the fullness of Christ. And we should continue to have that until the coming of Christ. Until such time, we definitely need these fivefold ministries in the church, including apostles and prophets and evangelists and pastors and also teachers. All these fivefold ministries are very much required in the church. So if someone is telling that apostolic age was only in the first century, that's wrong. We are still, the church is still in the apostolic age. We need these ministries. Hallelujah. ഇന്ന് രാത്രി നമ്മുടെ സമയങ്ങൾ അതിവേഗം തീർന്നുപോയി. ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തതായിട്ടുണ്ടായി. നമുക്ക് ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. I love you, Lord. Oh, your mercy never fails me. And all my days I've been held in your hands. From the moment that I wake up until I lay my head, oh, I will sing of the goodness of God. All my life you have been faithful. All my life you have been so, so good. With every breath that I am able, I will sing of the goodness of God.